കോഹ്ലിക്കൊക്കെ അറിയുന്ന ആൾക്കാരെ നമ്മൾ ഇറക്കിയേക്കണം. വിരാട് കോഹ്ലി സൈൻ ചെയ്ത ക്യാപ്പ് വച്ചോക്കട്ടെ, ഒന്ന് വച്ചോക്കട്ടെ. പിന്നെ വീട്ടിലൊരു ബോളിംഗ് മെഷീൻ വെക്കൂലേ? ഒരു സമയം ഞാൻ ആരാധിച്ചോണ്ടിരുന്നപ്പോ ഒരു കിണ്ണം ഒരു ഏപ്പി വയ്ക്കാതെ ടൈപ്പാഡ് വയ്ക്കാതെ പോയി കളിച്ചിരിക്കുന്നു. അങ്ങനെ അവർ കണ്ടുമുട്ടിയിരിക്കുന്നു. അനിയന് ഞാൻ കണ്ടിട്ടുണ്ടോ? ഒരാൾ കാറിയിരിക്കും, ഒരാൾ നമ്മളോട് വീഡിയോ. വലിയ യൂട്യൂബറൊക്കെയാ. എന്ത് ഉപയോഗിക്കുന്ന ഫോൺ കണ്ടോ? പൈസ തരാത്തോണ്ട് കീപാഡ് ഫോണൊക്കെ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഗായ്സ്, നമുക്ക് ഒരു കിടില അവസരം കിട്ടിയിരിക്കുകയാണ്. എന്റെ കൂടെ വണ്ടി ഇരുന്ന് പോയി അതല്ലേ? അത് അവസരമല്ല, നമ്മളെ അവസാനമാണ്. അത് അവസരമല്ല, അവസാനമാണ് നമ്മളെ. ഗായ്സ്, നമ്മുടെ ശനിയെന്ന് പറയട്ടെ, എന്റെ വണ്ടിയിൽ വേറൊരു കാറുകാരൻ ഒരു ബൈക്ക് കൊണ്ട് ചുടിച്ചു. ആ ബൈക്ക് ഒന്ന് എന്റെ വണ്ടി ഇടിച്ച് എന്റെ ബാക്ക് ബമ്പർ ഇത്തിരി ചളങ്ങി പുളുങ്ങി അങ്ങനെ കൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യായിട്ടൊക്കെയാണ്. അതുകൊണ്ട് ബിജോയുടെ മിനി കൂപ്പറിലാണ് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കിട്ടിയ ഒരു കിടില അവസരം എന്ന് പറഞ്ഞാൽ ഗൈസ്, നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ്, പലർക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ, നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും CCL പ്ലെയേഴ്സുമായിട്ട് ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഞാനും അനീഷും, ബിജോ ഇല്ല കളിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഞാനും അനീഷും അതിൻ്റെ ഒരു നമ്മളുടെ സോഷ്യൽ മീഡിയ ടീമിൽ അംഗങ്ങളാണ്. അപ്പോൾ നമുക്ക് കളിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ആകാശിന് വൈബ്, എറണാകുളം കണ്ട ആകാശ് വൈബ്. രണ്ട് സ്റ്റാർ കൊച്ചി ഇന്ത്യ, കൊച്ചി ഇന്ത്യ ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ അനീഷേ, നമുക്ക് കിട്ടിയ ഒരു അവസരത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? വളരെ മികച്ച അവസരമാണ്. പിന്നെ ടെന്നീസ് ബോളിലല്ല, ഹാർഡ് ബോൾ അല്ല, ഹാർഡല്ല, ലെതർ ബോൾ, സ്റ്റിച്ച്. കാരണം നമ്മള് 2-3 ദിവസമൊക്കെ ഇവിടെയൊക്കെ പ്രാക്ടീസ് ചെയ്തു. അപ്പൊ മനസ്സിലായി നമ്മുടെ റേഞ്ച് എന്താണെന്ന്. അതുകൊണ്ട് അനീഷിന്റെ കാര്യം മാത്രം പറഞ്ഞു. നീ നമ്മളെന്നുള്ള ഏത് പിടിക്കല്ലേ? അല്ല, നമ്മളെന്നാ ഞാൻ പിടിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കും പുള്ളിയുടെ നേരിട്ട് പ്രത്യേകിച്ച് വ്യത്യാസം തോന്നിയിട്ടില്ല. അതുകൊണ്ട് റേഞ്ച് ഏകദേശം ഒരേപോലെ തന്നെ. നമ്മള് ആരൊക്കെ ഉണ്ട്? മിസ്റ്റർ ട്രോളൻ, ഈഗിള്, സീക്രട്ട് ഏജന്റ്. അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് കളിയും കേട്ടോ, ലെതർ ബോൾ പ്ലെയർ ആണ്. പിന്നെ നമ്മളെ യാദിൽ ബ്രോ. ഒന്നും പറയാൻ പറ്റില്ല, കാരണം അടിച്ചുവിടാൻ പറ്റില്ല. ലൈവ് ഉണ്ട്. എന്തായാലും വെളിയിൽ വരും. നമ്മൾ എന്തായാലും വീഡിയോ ഇടും. കാരണം നമുക്ക് ഇന്ന് പോയി 2 ദിവസം അവിടെ പ്രാക്ടീസ് ആണ്. ഗബ്രിയലാണ്, അതായത് വിരാട് കോഹ്ലിക്ക് മറ്റേ ആ സാധനം ചെറിയുള്ള ഒരു കോഹ്ലിക്ക് ഒക്കെ ബോളർ, മറ്റേ ലെഫ്റ്റ് ഹാൻഡ് മടക്കി മറ്റേ സാധനത്തിൽ ചെറിയില്ല. ആ സാധനത്തിന്റെ പേര് എനിക്ക് അറിയുന്നില്ല. അറിയാവുന്നവർ കമന്റ് ചെയ്തു. ആ സാധനം അറിയുന്ന അവനാണ് നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ. അവനെ കൊണ്ട് അവൻ നമുക്ക് 140 എറിഞ്ഞു തരാന്നാണ് പറഞ്ഞേക്കുന്നത്. കമ്മക്ക് നമ്മൾ എറിയുണ്ട്. പിന്നെ പ്രാക്ടീസ് ആണ്. അപ്പോൾ നമ്മൾ എറണാകുളത്ത് പോവണം. അപ്പോൾ എറണാകുളത്ത് പോവാണ്, പക്ഷെ നല്ല ബ്ലോക്ക് ഉണ്ട്. കിറ്റൊക്കെ എടുത്തു. ഒരു കൂട്ട സാധനം എടുത്തോണ്ടാണ് ഞാൻ പോകുന്നത്. രാഷ്ട്രപതി പ്രസിഡന്റ് വരുന്നതുകൊണ്ട് ഇവിടെ ഫുള്ള് ബ്ലോക്ക്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ്? ബ്ലോക്ക് അല്ല, ആരെന്ന് പറഞ്ഞ പ്രസിഡന്റ് ദ്രൗപതി മുർമു. അപ്പോൾ ഗായ്സ്, നമ്മള് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ട് ഇത്ര നേരം ഉണ്ടായിരുന്നു എനിക്ക് അടച്ചിരിക്കുന്നത്. ഗൈസ്, അപ്പൊ നമ്മള് എയർപോർട്ടിലോട്ട് ആ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. ജീവനോട് എത്തിച്ചതിന് നന്ദി. നോർ പാർക്കിൽ വണ്ടി നിർത്തിക്കും. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു ചേട്ടൻ ഹിന്ദിക്കാരനാണ്. അപ്പോൾ എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ. അനീഷിനെ ഇവിടെ ഹിന്ദി അറിയാവും. അപ്പോൾ പുള്ളി ഹിന്ദി അറിയാമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടപ്പോൾ അനീഷ് വന്നപ്പോൾ ഞാൻ അനീഷിനെ ഏൽപ്പിച്ച്. അപ്പം ബാക്കി അനീഷിനെ മനസ്സിലായുള്ളൂ, അവർ തമ്മിലുള്ള ഹിന്ദിയാണ്. അനീഷ് എനിക്കൊന്നും മനസ്സിലാവില്ല, വിശക്കണമെന്ന് മാത്രം മനസ്സിലായി. എടാ അനീഷ്, എന്താ സംഭവം വേറൊന്നുമല്ല. പുള്ളി ടൈൽസിന്റെ പണിക്കെന്ന് പറഞ്ഞ് വന്നത്. അവരെ ഗ്രാമത്തിലുള്ള ആരോ ആണ് വിളിച്ചത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ആകുമ്പോൾ അവൻ്റെ പാട്ടിന് പോയി. പക്ഷേ പുള്ളിയുടെ കയ്യിൽ പൈസ ഇല്ല. പേഴ്സ് എല്ലാം അടിച്ചുകൊണ്ട് പോയെന്ന് പറയണം. ഫോണും പേഴ്സും എല്ലാം അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചു ഫുഡ് വാങ്ങിച്ചിരുന്നു ചോദിച്ചു. പൈസ കൊടുത്ത് ചോദിച്ചതെങ്കിൽ നമ്മൾ കൊടുക്കില്ലായിരുന്നു. കാരണം ഇതേപോലെ കുറേ ഉടായ്പകളുണ്ട്. അപ്പം ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞോളൂ. ഓക്കെ, ഫുഡ് വാങ്ങിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ പൈസ അത് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പൈസ വേണ്ടെന്ന് പറഞ്ഞു. ഫുഡ് മതി എന്ന് പറഞ്ഞു.
ആഹാരത്തിന് വേണ്ടി ഒരാളുടെ മുമ്പിൽ കൈനീട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അഭിമാനം പണയം വെച്ചിട്ടുണ്ടോ അതായത് വേറെ നിവൃത്തിയില്ലാത്തൊരവസ്ഥ. ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ചിലരെ ചോദിക്കാൻ പഠിച്ച് പട്ടണം ചാവും. ഞാൻ സാധാരണ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് വിടും. എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. എന്തോ കാരണമാണ് ഞാൻ ചുമ്മാ ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് നീ വന്ന് ചോദിച്ചത്. ഞാൻ വിചാരിച്ചേ ട്രെയിനിന്റെ സമയം വല്ലതും ചോദിക്കാരാ. എനിക്കാകെ നെഹി മാത്രമേ അറിയാവൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ കൂട്ടുകാരിപ്പം വരാം, അത് ഹിന്ദി പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. അപ്പോഴാണ് നീ വന്നപ്പോഴാണ് ആരുമില്ല അവിടെ. വീട്ടിൽ പോയാലും ആരുമില്ലെന്നല്ലോ, ആരുമില്ലല്ലേ ചോദിക്കാൻ പൈസ ചോദിക്കാൻ ആരുമില്ല. അച്ഛനും അമ്മ ആരുമില്ല. കല്യാണം കഴിഞ്ഞില്ല. ബനാറസ് ഉത്തർപ്രദേശ് നിങ്ങൾ പോകണം. അതെ ഭയ്യ ബൈ. ഒരു യൂബർ ബുക്ക് ചെയ്തു. യൂബർ അല്ലല്ലോ, എന്താ കേരള സഫാരിയാ. വെറൈറ്റി ആയിട്ട് അന്വേഷിച്ച് കേരള സഫാരി എടുത്ത്. കേരള സഫാരി ലാഭമാണ് കേട്ടോ. തുറക്കു സീസൺ. നമ്മളിപ്പോൾ പോകുന്നത് ടാർസന്റെ കോടികൾ വില വരുന്ന ഫ്ലാറ്റിലേക്കാണ്. എനിക്ക് എത്ര പേർക്ക് അറിയാം എന്നും എനിക്കറിയൂടാ. അല്ലടാ അനീഷേ, ടാർസൻ ഒരു കൊടീശ്വരനാണ്. ഈ ഫ്ലാറ്റിൻ്റെ കീ നമ്മളതിലുണ്ട്. അതാണ് ലിസ്റ്റ്. തുറന്ന് കയറുമ്പോൾ തന്നെ അകത്ത് തന്നെ കാണാം. ആരുമില്ലേ? ആടുണ്ടോ ഇവിടെ? ആട് വന്നു. ഗുഡ് മോർണിംഗ്. അസന്റെ ആ ഒരു കലാവിരുദ്ധ ആട് ഇല തിന്നാൻ വേണ്ടി നിർത്തിക്കും നാട്ടില്. എത്ര ഇല കഴിച്ചെന്തോ. പ്രാക്ടീസിന് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. കാക്കനാട് വെച്ചിട്ടാണ് പ്രാക്ടീസ്. സോ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. എന്തുണ്ട് മെയിൻ ഇത് നമ്മളെ അന്നത്തെ ജേഴ്സി. വേറെ കളി ഉണ്ടായിരുന്നു കോണ്ടപ്പണ്ണേഴ്സിന്റെ. അതിന് 25 മിനിറ്റ് എന്റെ വീഡിയോ എടുത്ത് ഒരു ക്ലിപ്പിൽ പോലും ഞാനില്ല. ഇല്ല, അതാണ് നമ്മളെ 25 മിനിറ്റ് എന്റെ അടുത്ത്. ഇതിലുണ്ടാവില്ല. ഇതിലൊരു 25 സെക്കൻഡ് എന്നെ എടുത്തിട്ടുണ്ട്. പോരെ നീ എത്ര ടോപ്പർ? കോഹ്ലിക്കൊക്കെ അറിയുന്ന ആൾക്കാരെ നമ്മൾ ഇറക്കിയേക്കണം. അങ്ങനെ സെറ്റ് ചെയ്തല്ലോ. നമ്മളൊരു 4:30 പ്രാവശ്യവും എനിക്ക് ലോവർ ഉണ്ടെന്ന് ഒരു നമ്മുടെ ഗ്രീൻ കളർ. അത് AB ഡിവിലിയേഴ്സ് ഇട്ടതാണ് കേട്ടോ. അളിയാ അത് സത്യമാണല്ലേ നീ പറ, അല്ലെങ്കിൽ എല്ലാവരും കൂടി എന്നെ കള്ളനാക്കും. അമ്മേ പൊളിച്ച്. നീ മുംബൈയുടെ ഒക്കെ വാങ്ങുന്നുണ്ട് എന്താ? മുംബൈയിലാണെങ്കിൽ ഞാൻ കട്ടെടുക്കേണ്ടി വരും. RCB ആണെങ്കിൽ ചോദിച്ചാൽ കിട്ടും, മറ്റേ കട്ടെടുക്കണം. ഫസ്റ്റ് ബോൾ തന്നെ ബോൾഡാക്കി ഒന്ന് നോക്കി.
വീഡിയോ ചെയ്തതിന്റെ വ്യാപം കൊല്ലും കേട്ടോ. കട്ട കോമ്പറ്റീഷൻ ആണ്. കളിയിൽ എറികൊണ്ട് മരിച്ച ഗ്യാസില്ലല്ലോ. ഭീകരനെ 2 കളിപ്പിച്ചിറങ്ങി. ആവശ്യത്തിലേറെ നമ്മൾ എന്തുകൊണ്ട് സ്പിന്നർ സുഖമായിട്ടിരിക്കുന്നതാ. അച്ഛന്റെ കളിയെ കണ്ടില്ല. വാ ക്രിക്കറ്റ് കളിപ്പില്ല. പിന്നെ അത്രേ ഉള്ളൂ. വീട്ടിലൊരു പ്രാക്ടീസ് ബോളിംഗ് മെഷീൻ വെക്കൂലേ അവള്? ക്രിക്കറ്ററിന് ഇറക്കാൻ പോവാ. ആണല്ലേ? പെൺകുട്ടിയല്ലേ അവള്? അത് ഇത്താലി രാജ്യമാണ്. ആണല്ലേ? ആരെന്തൊക്കെ പറഞ്ഞാലും അനീഷിനെ എടുക്കട്ടാ. സീക്രട്ട് ഏജന്റിന്റെ ഡൂപ്പിനെ എടുക്കാം. അനീഷ് 160. കോഹ്ലിക്കൊക്കെ എറിയുന്ന ആളാണ് അനീഷിനെ ചെറിയത്. ഞാൻ ഇല്ലെന്ന് പറയില്ല. കാരണം അളിയാ ഒരു ഓർഡർ കൊടുത്താൽ ഓർപ്പിച്ചായിട്ട് ചിലപ്പോൾ സിക്സ് പോകും. അത് നോക്കാം. കാലിനറിയാം എന്തായാലും. ആ കാലാണ് അവന്റെ ഫേവററ്റ് പൊസിഷൻ. അടിയങ്ങോട്ട് ഞാൻ ഓടിക്കൊണ്ട് 160 എറിഞ്ഞാൽ 200 അടിച്ചു. എന്തുണ്ടെങ്കിലും പറഞ്ഞു. പഴയ വീടിന്റെ ഗ്യാസ് ഒന്നും പറഞ്ഞ് എറിഞ്ഞിട്ടില്ലല്ലോ. കളിയൊക്കെ ശരിയല്ല. സീക്രട്ട് ഏജന്റ് 2 കൽപ്പിച്ചാണ്. ആ അനിയനും ഞാനും കൂടി എന്ത് കാണില്ല. അഭിനയിക്കാൻ ആളില്ല. ഇവിടെ കൊല്ലല്ലേ. ഇനിയാണ് നമ്മളുടെ അളിയ. നീ എത്ര പേരാ ലൂക്കി പെങ്ങളാണുള്ള വീഡിയോ എടുക്കുന്നതാണ്. നമ്മൾ ഇപ്പം വരും കാത്തിക്കായിരുന്നു. പക്ഷെ നീ ചെയ്തില്ല. വൈ അവൻ പെങ്ങളാണുള്ള വീഡിയോ ചെയ്യണവനാ. കണ്ടില്ല. ഞാൻ അയച്ചു വരുന്നല്ലോ. ഇനി അയച്ചിട്ടല്ലേ ഒന്ന് ചെയ്യണേ. 6 മണിക്ക് ശേഷം വീട്ടിൽ കയറാം. ആ പരിപാടിയായിരുന്നു പുള്ളി. എന്തുകൊണ്ട് നീ കണ്ടില്ല? മറ്റേതായിരുന്നു എന്നറിയാമോ? പെൺപിള്ളേർ വയറുവേദന വരുമ്പോൾ കയറി കൊടുക്കുക. ആ ടൈപ്പ് വീഡിയോ ആയിരുന്നു. ഞാനും പോയായിരുന്നു. അനീഷ എൻ്റെ ആ പഴയ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞാ. കണ്ടന്റ് ഇപ്പം എല്ലാവരും ആയിരുന്നു. രണ്ടാമത്തെ വീഡിയോ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി കാണോ ഇല്ലയെന്ന്. ദൈവം സഹായിച്ച് എങ്ങനെ മാറിപ്പോയി. നീ ഒന്ന് ലേറ്റായ. എനിക്ക് കടയുണ്ടല്ലോ. കട തുടങ്ങിയിട്ട് വേണ്ട എനിക്ക് വരാൻ. അവിടെ അപ്പം ആരുണ്ട്? അമ്മയുണ്ട്, ചേട്ടനുണ്ട്. ഈകളെ 160 അറിയട്ടാ. നല്ല രസമുണ്ട്. മിഡിലിൽ കൊള്ളുമ്പോൾ നല്ല സുഖമുണ്ട്. നമ്മൾ മറ്റേ കിടന്ന് മരണം അടിയൊന്നും അടിക്കണ്ട. തട്ടി കൊടുത്താൽ അടി അങ്ങ് പോകും. പക്ഷേ ബൗൺസറിൻ്റെ ബോർഡ് കളിക്കാൻ പാടാണ്. നമ്മളൊരു മീഡിയം പീസൊക്കെ കുഴപ്പമില്ല. തട്ടിക്കളെ അർജുനെതിരെ ഇപ്പം ആടി ഷെഡി കേട്ടോ. കളിക്കാൻ പറഞ്ഞേ. അച്ഛൻ്റെ കമ്പ്യൂട്ടർ വിചാരിച്ചോ. കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മൾ കളിക്ക് തുടങ്ങാം. പറ്റില്ല ഇപ്പൊ കളിക്കാം. ഇപ്പോഴേ ബാറ്റും ബോളും വേണമെന്ന് തന്നെ. ഞാനേ പോയിട്ട് വരാം. ഇത് കുറച്ച് പാടാ. ബാറ്റ് ഒടിഞ്ഞു. ഒരു ബാറ്റ് ഒടിഞ്ഞു. ഹാൻഡിൽ പോയി. ഒടിഞ്ഞു. റീ ഹാൻഡിൽ ചെയ്യണമല്ലോ. ഇനി റീത്തായിട്ട് ഇവിടെ ഇരിക്കട്ടെ.
കോഹ്ലി അല്ല ഇതെന്താണ് അതിന് പറയുന്നത് അറിയാ സൈഡാം ത്രോ എല്ലാവരും എറിഞ്ഞ് പഠിപ്പിക്കാൻ പോവാണ്. കോഹ്ലിക്ക് ഡിവിലിയേഴ്സിനൊക്കെ എറിയുന്ന അടുത്ത CSK പ്രാക്ടീസ് ഉള്ളതല്ലേ? ഇത് എങ്ങനെ പോയാലും 160 ഉണ്ട്. ബോളേഴ്സിന് അറിയാം. ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി വരാം ഞാനും. ഈഗിൾ അതാണ് ഇത് കേസം. ഇത് ഏത് ടീമിന് അറിയാൻ പറ്റും? ഇതിപ്പോ ഇതാരാ സ്പോൺസർ ചെയ്തത്? ആളൊരു രഹസ്യ ഏജന്റൊക്കെ ആണെങ്കിലും പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നന്ദിയുണ്ട്. ഒരു കിണ്ണം ഒരു ഏപ്പി വയ്ക്കാതെ ടൈപ്പാഡ് വയ്ക്കാതെ പോയി കളിച്ച് കഴിക്കണം. അപ്പോഴൊന്നും പറ്റിയില്ല. അപ്പോഴൊന്നും പറ്റിയില്ല. ഇരുന്നപ്പോഴാണ് കിട്ടിയത്. എന്നാലും ഏപ്പിയൊക്കെ വയ്ക്കാതെ കളിയാ നീ യവന്റെ 2 പിടി നീ ചെയ്യണം. സമയം കഴിഞ്ഞാൽ പക്ഷേ ഇവന്റെ സാധനം ഫിറ്റാണ്. നീ വിചാരിക്കും പോലെയല്ല. കേടാണ് മുമ്പിള്ളാർക്കും കൊടുത്തു. നമ്മള് പ്രതീക്ഷ ഇതോടുകൂടി ബോഡി പെയിന് ഖതം. ഫിസിയോ ടീമിന് ഇനി ആര് വേണോടാ? ഫുൾ ഫിസിയോ ഉണ്ട്. എല്ലാവരും ഉണ്ട്. അനിയന് ഞാൻ കണ്ടിട്ടുണ്ടോ? ഒരാൾ കാറിയിരിക്കും, ഒരാൾ നമ്മളോട് വീഡിയോ. എടാ ഒരു അച്ചി വാർത്ത ഇറങ്ങിട്ടാ ഗബ്രിയല്ലേ നീ ഇതല്ല കണ്ടാ? ഏതോ ഒരു ചെറിയ ഒരു സാധനമുണ്ട്. എത്ര പേർക്കടാ അനീഷിന്റെ ചായ. അങ്ങനെ അവർ കണ്ടുമുട്ടിയിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡാ? അതെ ഈഗിളിന്റെ കൈ ഒടിച്ച് അടിച്ച് കരി കൊടുത്തു. ഞാൻ അളിയന്റെ നല്ല ബോളിംഗ്. ഞാൻ ബോളിംഗ് അല്ല പറഞ്ഞു, ഞാൻ വീഡിയോ ഉള്ള അളിയാന്നേ പറഞ്ഞോളൂ. അതിനിടയ്ക്ക് അടിച്ചു ഞാനതെ അടിക്കല്ലേ മക്കളെ. അല്ല ഞാൻ പൊട്ടലൊക്കെ ഉണ്ടെന്ന് ജെറ്റ് പോലെ പോയതാ. അവര് പറഞ്ഞു കുഴപ്പമില്ല, നാളെ രാവിലത്തേക്ക് നോക്കാൻ പറ്റും. എക്സ്റേ എടുത്തോ? എക്സ്ട്രാ നാളെ രാവിലെ പോയാ. ഇവിടെയാണ് എന്തെല്ലാം ഉറപ്പറ്റ പൊട്ടും. കാരണം ഒരു കൈ ഒരു കൈ ഇങ്ങനെ ഇരിക്കുമല്ലോ. എന്റെ ഇത് മടങ്ങില്ല. എന്റെ ഇത് ഇത്ര മടങ്ങില്ല. ഇതിങ്ങനെ മടങ്ങും. ഇത് സ്റ്റിച്ച് പൊളിച്ചാ ഞാൻ അക്കാഡമി കളിച്ചോ ടെന്നീസ് ബോളിൽ പ്രാക്ടീസിനൊക്കെ അല്ല, ഊപ്പാടും പതപ്പാടും വരും. ഒരു ബാറ്റ് കഥ, ഒരു ബാറ്റ് എൻ്റെ ഏതോ ഒരു ബോൾ അടിച്ചത് എടുത്താൽ കിട്ടിയാവല്ലോ. ഇല്ല, ഇത് ഇല്ലായിരുന്നു, ഞാൻ ഇല്ലായിരുന്നു.
70,000 രൂപ സച്ചിൻ ബേബിയുടെ. അവൻ്റെ കയ്യിൽ മാക്സ്വെൽ കളിച്ച കുക്കാബ്രയുടെ ബാറ്റുണ്ട് 1.5 ലക്ഷം രൂപ. അത് ഇവിടെ ഉണ്ട്, കാണാനില്ലെന്ന് പറയുന്നു. 30,000 രൂപ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വിലയുള്ള ബാറ്റ് കൈ കൊണ്ടെടുക്കണമെങ്കിൽ. ഇതാരാ ദിനേശ് കാർത്തിക്? നീ ചുമ്മാ പറ. ഇങ്ങനെ കണ്ണ് ഇഷ്ടം പോലെ അല്ലേ? റിസൾട്ട് ആണോ? വിരാട് കോഹ്ലി സൈൻ ചെയ്ത ക്യാപ്പ് വച്ചോക്കട്ടെ, ഒന്ന് വച്ചോക്കട്ടെ. ഗൈസ്, വിരാട് കോഹ്ലി ഒപ്പിട്ട ക്യാപ്പ്. ടിം ഡേവിഡിന്റെ കിറ്റ് ബാഗ്. നീ അവിടെ ഇപ്പം മത്തി അളിയാവില്ല. ആ ഓക്കെ, പുള്ളിയുടെ അടുത്ത് കൂടി ചോദിക്കണം. ഇൻസ്റ്റാ മെസ്സേജ് കേട്ടാ. ടിം ഡേവിഡിന്റെ ആണ് അളി. എന്ത് സാധനം ഓടിയ ബാറ്റൊക്കെ ഹെവി. ഗൈസ്, ഇതെല്ലാം ഓരോ ഇന്റർനാഷണൽ പ്ലെയേഴ്സിൻ്റെ ആണ്, പക്ഷേ വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് വെളിപ്പെടുത്തുന്നില്ല. നമ്മളിരിക്കുന്ന ബാറ്റും ഇതും നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം. അല്ല, നമ്മൾ സത്യം പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വിലയുള്ള ബാറ്റ്. വീട്ടിൽ സാധനമില്ല. നമ്മൾ ഹാർഡ് ടെന്നീസിൽ കളിക്കുന്ന ബാറ്റ് വെയിറ്റ് അത്രേ വരുള്ളൂ. ഇത് 2 ഇന്റർനാഷണൽ പ്ലെയേഴ്സിൻ്റെ ബാറ്റ്. ഒരു സമയം ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്ന പ്ലെയർ മാക്സ്വെൽ. മാക്സ്വെലിൻ്റെ കുക്കാബ്ര ഇവിടെ കാണാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഇന്ന് പ്രാക്ടീസ് സെക്ഷൻ ഡേ 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ദേഹമൊന്നും അനക്കാൻ വയ്യ, നല്ല പെയിൻ ഉണ്ട്. നമ്മളെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. എനിക്ക് നടു കുഴപ്പമില്ല, കൈയൊക്കെ ചെറിയ പെയിനും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചെന്ന് വെച്ചാൽ അങ്കമാലിയിലാണ്. നമ്മൾ എറണാകുളത്ത് അങ്കമാലിയിലോട്ട് പോകാൻ വേണം. ബൗണ്ടറി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ പെപ്പയുടെ സ്റ്റേഡിയം ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ഇന്ന് ഓപ്പൺ നെറ്റ്സ് ആണ്. അപ്പോൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അങ്ങനെയൊക്കെ ഓപ്പൺ നെറ്റ്സ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പം ലൈഫിൽ ഓരോരോ പുതിയ എക്സ്പീരിയൻസ് നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അർജു പിക്ക് ചെയ്യാൻ വരും. അർജുൻ്റെ കാറിൽ വേണം അവിടെ നിന്ന് പോകാൻ. അല്ലെങ്കിൽ നമ്മളിവിടെ കാറിൽ വരുമ്പോൾ അങ്ങനെ ലോങ് ഒന്നും ഇവിടെ നിന്ന് വരാറില്ലല്ലോടാ. മൊട്ടയും അർജുവും നമ്മൾ 3 പേരും കൂടിയാണ് പോകാൻ പോകുന്നത്. വലിയ യൂട്യൂബറൊക്കെയാ. എന്ത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോൺ കണ്ടോ? പൈസ തരാത്തോണ്ട് കീപാഡ് ഫോണൊക്കെ. സ്നേഹമുള്ളവനാ. അല്ല, വൈഫിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടേക്കോ. നീ സിഗ്മ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇതൊക്കെ കാണുമ്പോണ്ടല്ലേ പിള്ളേര് ഏങ്ങി മരിക്കൂടാ. അങ്കമാലിയിലോട്ട് നമ്മൾ ട്രിപ്പ് പോവാ, പെപ്പയുടെ നാട്ടിലേക്ക്. 1 മണിക്കൂർ നമുക്ക് ട്രിപ്പ് യാത്ര. മഴ പെയ്യാതിരുന്ന കളിക്കാം. അത്ര ഞാൻ മഴയത്തായാലും കളിക്കും. മഴയത്ത് ക്യാച്ചിങ് പ്രാക്ടീസ് ചെയ്യണം നമുക്ക്. തെറ്റായിരിക്കും. ഫുട്ബോൾ ഓർക്കാൻ മുട്ട് വേദനിക്കണത് പറഞ്ഞപ്പോ. നീ ഫുട്ബോൾ ശരിയാണല്ലോ. ഇപ്പൊ കളിയില്ല. ക്രിക്കറ്റ് നമ്മളൊരിക്കൽ ഇവന്റെ മറ്റേ ഫുട്ബോൾ കളി കാണാനാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അത് എവിടെയായിരുന്നു കളിയാ? നമ്മൾ ടാർസനൊക്കെ ആയിട്ട് ഫസ്റ്റ് വന്ന സംഘടന ഇവിടെയാണ് കേട്ടോ ഓഫീസ്. ടോപ്പിക്ക് നമ്മൾ നാളെ ആ വെല്ലുവിളിക്കാനാണ് നീ പറഞ്ഞല്ലേ. അല്ലെ നീ ഇനിയിപ്പോ CCL പോകുമല്ലോ അളിയാ. ഞാൻ ഇവിടെ അല്ലേ? എന്റെ വീട് അങ്ങോട്ടായിരുന്നു. ഓക്കെ. നീ ഇനിയിപ്പോ എന്റെ വീടല്ല, ഞാൻ വാടക വീട്. അളിയാ നീ അപ്പൊ CCL കളിക്ക് വേണ്ടി നമ്മളെ വിട്ടിട്ട് പോവല്ലേ അളിയാ? അത്രയും കഴിവൊന്നും നമുക്കില്ല. ഇനിയിപ്പോ നമ്മള് ഇൻഫ്ലുവൻസേഴ്സിൽ കളിക്കുന്ന എല്ലാ ആൾക്കാരും ഇനിയിപ്പം സിനിമയിൽ കയറുമ്പോ CCL-ലോട്ട് പോകും. അവൻ ആദ്യമേ കയറണ്ടേ. എടാ എനിക്ക് ആഗ്രഹം CCL കളിക്കാനാണല്ലേ. എന്നിട്ട് എന്റെ ട്രിവാൻഡ്രം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളിക്കണമെന്നാണ് ആഗ്രഹം. അവിടെ ഉണ്ടോ CCL? ഉണ്ടായിരുന്നു. അല്ല എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. വൺ ഡേ ഞാനും CCL കളിക്കും. ക്രിക്കറ്റ് കളിക്കാൻ ഒരാഗ്രഹം. ഗായ്സ്, ഇതാണ് പെപ്പയുടെ ഗ്രൗണ്ട് അങ്കമാലി. എടാ മോളിൽ ട്രെയിൻ പോടാ. ട്രെയിൻ വരണം. യെസ് ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്നത്, അത് ഔട്ട്ഡോർ പൊളിയായിരിക്കും. നല്ല വെയിലുണ്ട് കേട്ടോ. പക്ഷെ ജാക്സൺ ഏരിയാസ് അവിടെ എല്ലാവരും മേക്കപ്പിലാണ്.
അർജുന് 2. അളിയെ എറിയോണ്ട് മസിൽ വെക്കും. നമുക്ക് ബോളർ ബോളം വരും. ബോളൊക്കെ ഇരിക്കുക. ഓടാൻ വയ്യ. അല്ല ഷോട്ട്. ഓക്കെ അർജുൻ ബ്രോ, ബൈ. നാളെ കാണാം. നാളെ നമ്മൾ കപ്പടിക്കുന്നു. ഓക്കെ, തോപ്പിക്കുന്നു. അവരുടെ ഈഗോ നമ്മൾ ഉണ്ടാക്കുന്നു. അനീഷ സെറ്റല്ലേടാ സീക്രട്ട് ഏജന്റ് അനിയ. ഗൈസ്, ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, എല്ലാം വാരിക്കെട്ടെ. ഇനി അളിയന്റെ സ്ഥലം എങ്ങോട്ടാ പോകണ്ടേ നോക്കാം. സ്ഥലം പറ, നിന്റെ വീട് എവിടെയെന്ന് പറ. ഞാൻ അങ്ങോട്ടാ നേരെ വീട്ടിലോ. ഓക്കെ, ഞാൻ പോകുന്നു നമ്മളെ സാമാനങ്ങൾ എടുത്തോണ്ട്. അപ്പോൾ നാളെ പാക്കലാം. ഓക്കെ, ടാറ്റ. നമ്മുടെ പ്രാക്ടീസ് എല്ലാം നമ്മൾ കഴിഞ്ഞു. പെപ്പയുടെ ഗ്രൗണ്ടിൽ അടിപൊളിയായിട്ട് നമ്മൾ കളിക്കാൻ പറ്റി. ലൈഫിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് നമ്മൾ അങ്ങനെ ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്നത്. ഇതുവരെ അങ്ങനെ നമ്മൾ കളിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. സ്റ്റിച്ച് ബോളിൽ, ലെതർ ബോളിൽ. ആകാശ് ഇപ്പോഴും കളിക്കാൻ ഇറങ്ങിയിട്ട് സൺസ്ക്രീൻ മാറിയിട്ടില്ല. ഓർഡറായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി നാളെയാണ് കളി. അത്യാവശ്യം എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ഒക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ട്. ഇതേപോലെ പെർഫോം ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ നാളെ തൃപ്പൂണിത്തുറ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കളി. അപ്പോൾ 11 മണിക്ക് പോയി അവരെ സിനിമാ നടന്മാരെല്ലാം മീറ്റ് ചെയ്ത് അവിടെ നിന്ന് ലഞ്ചും കഴിച്ചിട്ട് നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കാലാവസ്ഥ തേച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ കളിക്കും, നമ്മൾ ജയിക്കും. ഓക്കെ, കളിയുടെ വീഡിയോ അടുത്ത വ്ളോഗിലായിരിക്കും വരുന്നത്. അടുത്ത വീഡിയോ കാണാൻ ബൈ. ലവ് യു ഓൾ.